ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇവിടെ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്, നമ്മൾ കുറേ വീഡിയോസായി അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ നെല്ല് കൊയ്തുന്നതും നെല്ലിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാർട്ടായിട്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും കാണാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഐ കാർഡിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അത് ജസ്റ്റ് നോക്കിയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇന്ന് നമ്മളുടെ നെല്ല് കൊയ്യാൻ വരികയാണ്. നമ്മൾ അവിടെ കണ്ടത്തിൽ നെല്ല് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഒരു പെട്ടി ട്രാക്ടർ നെല്ല് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മളിവിടെ ഒരു പെട്ടി ട്രാക്ടർ നെല്ല് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, ടാർപ്പായിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവരും, കണ്ടത്തിൽ നിന്ന് കൊണ്ടുവരും. ജസ്റ്റ് ഈ വഴി കൂടെ വന്നിട്ട് ഇവിടെ വന്ന് ട്രാക്ടർ കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൊയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തിരിച്ച് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പിടിക്കുക. അപ്പോൾ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കണ്ടൻസ് കിട്ടണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വരൂ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളിവിടെ വലിയ കണ്ടം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. Look at this, guys. ഫുള്ളും ചളി guys. അവിടെ ട്രാക്ടർ നിർത്തിയിട്ട്, അപ്പോൾ ട്രാക്ടറിൽ കൊണ്ടിടാൻ പോകണം. നെല്ല് ഏകദേശം നിറഞ്ഞു തോന്നുന്നു. അപ്പോൾ അവിടെ കൊണ്ടിട്ടിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ടാർപ്പായിൽ അവിടെ കൊണ്ടുപോയിട്ടാണ്. ട്രാക്ടർ നിറഞ്ഞു പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ കാണിച്ചിട്ട്. ഓക്കെ, ഐ തിങ്ക് നിറഞ്ഞു തോന്നുന്നു. ജസ്റ്റ് ഒന്ന് അവിടെ കൊട്ടാൻ കൊണ്ടുപോവുകയാണ്. ഓക്കെ, കംപ്ലീറ്റ്സ് ഗോ ഗൈസ്. ഇതൊക്കെ കൊയ്യാനുണ്ട്. ഇത് നമ്മുടെ അല്ല, നമ്മുടെ അടുത്തുള്ള കണ്ടമാണ്. ഇത് നമ്മുടെ കണ്ടം. ഇത് ഏകദേശം കൊയ്തു. ഇനി അപ്പുറത്ത് ഒരു കണ്ടം കൂടെ ഉണ്ട്. മേലത്തെ കണ്ടമൊക്കെ കൊയ്ത് കഴിഞ്ഞു പോയി. നമ്മൾ ലേറ്റായിട്ടാണ് വന്നത്. നന്നായിട്ട് കാണാം. നിങ്ങൾക്ക് സിറ്റിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. മസ്റ്റ് ഒരു കാണേണ്ട ഒരു തന്നെയാണ്. നമ്മുടെ സിറ്റിയിലുള്ള ആൾക്കാരൊക്കെ കാണേണ്ട ഒരു കൊയ്യുന്നത്, പാടങ്ങൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റ് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്.
Look at this, guys. This. Yeah. കാണത്തില്ല അങ്ങോട്ട് തിരിയുമ്പോ ഇവിടെ പോയിട്ട് ആണെങ്കിൽ വഴിയുടെ സെന്ററിലോട്ട് ഇറങ്ങി എന്നാലേ നമ്മളിവിടെ കാണും. നമ്മളപ്പോൾ തൂക്കിയിട്ട് വന്നിരിക്കുകയാണ്. എന്താ തൂക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അവിടെ വെയിറ്റിൻ്റെ അവിടെ ലോറി കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു സംതിങ് ഒരു കണക്ക് ഉപയോഗിച്ച് സംതിങ് വെയിറ്റ് തൂക്കിയിരിക്കുകയാണ് നമ്മുടെ നെല്ല്. ഏകദേശം ഐ തിങ്ക് 2000 സംതിങ് എത്രയോ കിലോയോളം വെയിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഇത് നമ്മുടെ പല്ലശ്ശേന മുക്കില്ലേ, പല്ലശ്ശേന റോഡ് ഇതാ, അതാണ് പല്ലശ്ശേന റോഡ്. ഇത് തൃശ്ശൂർ റോഡ്. ഇത് തൃശ്ശൂർ റോഡിലേക്ക് അങ്ങോട്ട് പോയാൽ തൃശ്ശൂർ, ഇവിടെ പോയ കൊല്ലങ്കോട്. ആ റോഡിലാണ് ഇവിടെ ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെയാണ് തൂക്കുന്നത്. ഗായ്സ്, ഇപ്പോൾ നമ്മൾക്ക് ഇന്ന് വിഷു ആണല്ലോ. വിഷു സമയത്താണ് നമ്മൾ തൂക്കാൻ വന്നിരിക്കുന്നത്. കൊയ്ത് കഴിഞ്ഞിട്ട് സംതിങ് കുറേ ആയി. 1 മാസം 2 മാസമായെന്നറിയില്ല, 1 മാസം ആകാനായില്ല കൊയ്ത് കഴിഞ്ഞിട്ട്. ബട്ട് നമ്മുടെ ഇപ്പോഴാണ് നമ്മൾ ഇത് തൂക്കാൻ വന്നിരിക്കുന്നത്, നെല്ല് തൂക്കാൻ വന്നിരിക്കുന്നത്. വിഷു സമയത്ത്, അതായത് വിഷു ദിവസമാണ് നമ്മളിപ്പോൾ നെല്ല് തൂക്കാൻ വന്നിരിക്കുന്നത്. അതാണ് വീഡിയോ ഇടാൻ ലേറ്റായത്. ആ കൊയ്ത സംതിങ് ഇതൊക്കെ കാണിക്കാൻ ലേറ്റ് ആയതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ കൂടി എല്ലാം കാണിച്ചു തന്നിട്ട് ഒരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ. ഗായ്സ്, നമ്മൾ അസ്ഥലായി മോഞ്ചി. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നെല്ല് സംതിങ് 43 ചാക്ക് എന്നാണ് കൊടുത്തത്. ഒരു ചാക്കിന് 55 കിലോ വെച്ച് തൂക്കിയാലും സംതിങ് 2000 സംതിങ് എത്ര കിലോ വരും. ബട്ട് നമ്മുടെ വെയിറ്റ് വന്നിട്ട് കൂടിയിരിക്കുകയാണ്. അതായത് ആ കൃഷി ഓഫീസർ എഴുതി തന്ന വെയിറ്റിനെ കാട്ടി കൂടിയിരിക്കുകയാണ്. ഒരു ചാക്കിന് ഒരു മിനിമം വെയിറ്റ് ഉണ്ട്. പക്ഷെ നമ്മളത് കൂട്ടിയിട്ട് നമ്മൾ ത്രാസില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഊഹത്തിലിട്ടതുകൊണ്ട് എന്തായി കൂടി. അപ്പം എന്തായി മോഞ്ചി. അപ്പം ഇനി ഒരു പണിക്ക് ഇപ്പോൾ 2 പണിയായി കിടക്കുകയാണ്. അപ്പം ഇനി കൃഷിഭവനിൽ പോയിട്ട് വേണം ഇനി എല്ലാം കറക്റ്റാക്കിയിട്ട് കൊടുക്കണം. പോരാത്തെന്താ, ഈ സ്ലാബ് വേറെ ഇളകി തോന്നുന്നു, ഇത് പൊങ്ങി തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്.